രാവിലെ തന്നെ എണീറ്റ് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ പോകുന്ന വഴിയാണ്. ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ തീരുമാനിച്ചുറപ്പിച്ചു വന്നു എന്തായാലും ഡ്രൈവിംഗ് പഠിക്കുമെന്ന്. അങ്ങനെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു, പാസ്സായി. അപ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് നേരെ ബ്രദേഴ്സ് ഹോട്ടലിലേക്ക് വന്നു. ആലപ്പുഴ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണിത്. ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ ഒക്കെ പിക്ചേഴ്സ് ആണ് ആ വോളിൽ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത്. ഫുഡും സൂപ്പർ ആട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള സമയമായി. കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഇപ്രാവശ്യത്തെ വെക്കേഷൻ എങ്ങനെ കഴിഞ്ഞു എന്നറിയില്ല, അത്ര ഫാസ്റ്റ് ആയിട്ട് ആ സമയം പോയത്. വരുമ്പോ വലിയ ലിസ്റ്റ് ഒക്കെ ആയിട്ടാ വരുന്നത്, പക്ഷെ പോകാറാകുമ്പോഴേക്കും അതിന്റെ പകുതി പോലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ബാക്കി ഇനി അടുത്ത വർഷത്തേക്ക്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ ലഞ്ച് ടൈം ആയി. നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്ന് ഉമ്മച്ചി ഉണ്ടാക്കി വെച്ച് നല്ല അടിപൊളി നാടൻ ഊണ് കഴിച്ചു. അപ്പോഴേക്കും മഴയും തോർന്നു. എന്നാ പിന്നെ ഒരു ഡ്രൈവ് പോയേക്കാന്ന് വിചാരിച്ചു. കൈനഗിരിയിലേക്കാണ് ഞങ്ങൾ വന്നത്. ഈ റോഡിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഒരു പ്രത്യേക ഫീലാണ്. രണ്ട് സൈഡിലും പാടങ്ങളും കായലും താറാവിന്റെ കൂട്ടവും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചായക്കടയും. ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. തിരിച്ചു പോയി കഴിയുമ്പോൾ അടുത്ത വെക്കേഷൻ വരെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന കുറച്ച് നല്ല മെമ്മറീസിലൊന്നാണ് വൈകുന്നേരത്തെ ഈ ഡ്രൈവ്. അങ്ങനെ അവിടെ നല്ല ചൂട് ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചു വരുന്ന വഴിക്കാണ് കുറെ കരിക്ക് കടകൾ കണ്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സാധനമാണ് കരിക്ക്. നമുക്ക് സൗദിയിൽ കിട്ടും, പക്ഷെ കൂടുതലും ശ്രീലങ്കൻ കരിക്കാ കിട്ടുന്നത്. അതിന് നമ്മുടെ നാട്ടിലെ കരിക്കിന്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നാലും മാക്സിമം ഇവിടുന്ന് കഴിച്ചിട്ടാ പോകുന്നത്. വീട്ടില് കരിക്കുണ്ട്, പക്ഷെ എന്നാലും വന്നു കഴിഞ്ഞൊരു 1 or 2 വീക്സിനകം ഞങ്ങൾ അത് കുടിച്ചു തീർക്കും. അതിന് തൊട്ടടുത്തായിട്ട് ഒരു താറാവിന്റെ കൂട്ടം ഉണ്ടായിരുന്നു. നെച്ചുൻ എലയും താറാവിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. അവര് കയ്യിൽ പിടിക്കാനും ഫീഡ് ചെയ്യാനൊക്കെ സമ്മതിച്ചു. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി. അപ്പോഴേക്കും വീണ്ടും മഴയും തുടങ്ങി. ഞങ്ങൾ ആലപ്പുഴ എത്തിയപ്പോൾ അവിടെ വള്ളംവലി മത്സരം നടക്കുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ വള്ളംവലി മത്സരം കാണുന്നത്. എനിക്ക് അവിടെ നിന്ന് ഒരു ടാഗ് കിട്ടി. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നൈറ്റ് ആയി. കുറച്ച് സമയം ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ ഗ്രൗണ്ടിൽ വന്നു. ഇന്നൊരു ലോങ് ടയറിംഗ് ഡേ ആയിരുന്നു. തിരിച്ചു പോകുന്നതിന്റെ വിഷമം നന്നായിട്ടുണ്ട്, പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഹലൈസിൽ വന്ന് നല്ല ചിക്കൻ ബിരിയാണിയും കാരമൽ പുഡിംഗ് കഴിച്ചു. ഐ എൻജോയ്ഡ് മൈ ഡേ.